ഇവിടെ വരൂ. എന്തിനാ മതില് ചാടിയത്? ഒരുപാട് നീളത്തി മതില് എളുപ്പം വരാൻ. മേലിൽ ഇങ്ങനെ ചാടരുത്. പൊയ്ക്കോ. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ്? ഇതെന്താണത്? എന്റെ കത്തി! നിന്റെ ഒരു അമ്പട്ടപ്പണി. ഈ നഖത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ. മതിയല്ലോ, ഒരു തുള്ളിയാണ് പല തുള്ളിയാകുന്നത്. പല തുള്ളി പിന്നെ പെരുതുള്ളി ആവേ. എന്റെ പൊന്നു മുത്തായി വിറകൊന്ന് കീർത്തായേ, വേണമെങ്കിൽ 2 രൂപ തരാം. അയ്യോ എന്റെ കാലേ. എന്താ വിറക് കീറുന്നോ? നല്ല കൂലി തരാം. എന്നാൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ. അതിന്റെ കാല അമ്മോ. ചെലയോ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അന്തിപ്പന്നെ പകുതി നീ ഒന്ന് കയറിത്തരണം. പകുതി സുന്ദരം കയറിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എനിക്ക് ജോലി? സായിപ്പിന്റെ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുറച്ച് വീട്ടു ജോലിയും. പന കയറാൻ പോയാൽ നീ ഇപ്പോ വീട്ടു ജോലിക്കാരനായോ? വീട്ടിൽ ഭയങ്കര ചെലവാ ചെലയ്യ. കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. ഓ, നിനക്ക് കമലത്തിന്റെ വീട്ടിൽ സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് പ്രയാസമായി? ഒന്നുമില്ല. നീ നല്ലവനാടാ മുത്ത. അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത്. മണവാളനെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ, ഒരുപാട് ജോലി. എടി പാലമ്മേ, തറയെ നോക്കി നടക്ക്, ഇല്ലെങ്കിൽ മുള്ളുള്ളൂ. നോണം കെട്ടവള്, ഒരു കൊഞ്ചലി കണ്ടില്ലേ? ഒന്നും ചുമ്മാ ഇരിക്കണേ. അവൾ ഇവന്റെ ചന്തം കണ്ടോ നോക്കിപ്പോയി. നീ അങ്ങ് ക്ഷമിച്ചുകളാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കമലം വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. കെട്ടിയൻ മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കമലത്തിന് അതിന്റെ കൊച്ചിനുമാണ് കേട്. ആ, അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു കാണും. അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ എന്താ? എടാ മരത്തലയാ,
ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. ഓഹോ, നീ ഒരു കൊതിയനായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത് മതി. സാർ എന്താടാ? പാലയിൽ നിന്ന് ടൗണിൽ പോകുന്നുണ്ട്. സാറിന് വല്ല ബിസ്കിയോ ബ്രാൻഡിയോ വേണമെങ്കിൽ അവന്റെ കാശ് കൊടുത്തിട്ടാണ്. പറഞ്ഞത് നന്നായി. ഇതാ 2 വിസ്കി. ഓ, സാറിന്റെ ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊരിച്ച് ഞാൻ നാളെ കൊണ്ടുതരാം. ആ ആട്ടെ, പുഷ്പാങ്കവും വൈകിട്ട് ഇങ്ങോട്ട് വരണം. ഒരു കാര്യമുണ്ട്. ഓ, ആറ് 7 8 9 10 11 12 13 14 ഇതാ ശരി ശരി. മുതലാളി, വലിയ കരിപ്പെട്ടിക്ക് എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടിക്ക് എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും. എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുട്ട? കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു. പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാൻ ഒക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയിൽ, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുട്ട, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സാഹിബിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു തരാം. എന്തൊരു സാധനമാണിത്. ഹലോ, കമ്മിങ്. Hi, Sophie, come soon. ഞാൻ Oh, hello. Hello. ഹലോ ഹലോ ഹലോ. Hi. ഹലോ. ഇത് എന്താ ചെയ്യണത്? കോഴി. റബ്ബർ സ്റ്റേറ്റിലുണ്ടോ ഏത്? ഒന്നും കൂടി കഴിച്ചു നോക്കണം. ഞാൻ വിചാരിച്ചു കോഴിക്കാരാണ്. എന്താ പറയുന്നത്? പിടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ വരും. പാട്ടും ഡാൻസും തുടങ്ങി. മുദ്ദ, നിനക്ക് ഡാൻസ് കാണണ്ടേ? എനിക്ക് ഡാൻസ് വേണ്ട. ഓണത്തിന് ഞാൻ ഇപ്പോഴും ഡാൻസ് ചെയ്യാം. എഴുന്നേക്കും. മുദ്ദ, പതുക്കെ. മുദ്ദ, സ്റ്റഡി. എന്നെ പിടി. മുത്ത, വേഗം വാ, അകത്തുണ്ടി കിടത്താം. പതുക്കെ.
മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കഴിയാവേ സാഹിബേ, മുത്തിന് വെറുതെ പറയരുത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്, കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? അതെ, കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്തവനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനി മുമ്പനെ കയറി. ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ധൈര്യമായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്. അവന്റെ പേര് വിളി. അത് തന്നെ. ഇവിടെ കിടക്കണ്ട, വീട്ടിൽ പോയി കിടക്കാം. എന്നൊക്കെ അയ്യോ, എന്ത് പറ്റി? അമ്മേ